അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീ സഫാ അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാനിന്റെ 7ാമത്തെ നോമ്പിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ 8ാമത്തെ തറാവീഹ് നമസ്കാരം നമസ്കരിക്കുന്നവർക്ക്, 8ാമത്തെ നോമ്പിന്റെ 8ാമത്തെ തറാവീഹ് നമസ്കാരം നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം എന്തെന്ന് നാം മനസ്സിലാക്കണം. എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, വഫീ ലൈലത്തി സാമിന, അത് സാമിനത്തി, അതായത് 8ാമത്തെ തറാവീഹ് നമസ്കാരം നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം അഅതാഹു അല്ലാഹു തആല മാ ഉഅതിയ ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്ത ഒരു പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം, ഒരുപാട് സ്ഥാനമാനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിച്ച ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വിശുദ്ധമായ ഖുർആനിലൂടെ പല ഭാഗങ്ങളിലായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. വജാഇലുക ലിന്നാസി ഇമാമ, ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൽ നിന്നെല്ലാം 100% വിജയം കൈവരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, വജാഇലുക ലിന്നാസി ഇമാമ, ജനങ്ങളുടെ ഇമാമായി, നേതൃത്വമായി ഒരു സ്ഥാനമാനം അല്ലാഹു കൊടുത്തു. അതുപോലെ തന്നെ ഖലീല എന്നൊരു പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഖലീൽ എന്നൊരു പദവി, അല്ലാഹുവിന്റെ സ്നേഹിതൻ, കൂട്ടുകാരൻ എന്നൊക്കെയുള്ള ഒരു അർത്ഥം വരുന്ന ഒരു വലിയ ഒരു പദവിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട പ്രവാചകനാണ്. എന്തിനേറെ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണമായ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അത്തഹിയ്യാത്ത് കഴിയുമ്പോൾ ഒരു സലാത്തിലൂടെ നമ്മളെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്വലാത്താണ്? ഇബ്രാഹിമിയ സ്വലാത്ത്. അതിലൂടെ പറയുന്നത് എന്താണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അവിടുത്തെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്തതുപോലെ, അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് നബി തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, അനുഗ്രഹം ചെയ്യണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം സ്ഥാനവും അനുഗ്രഹവും ബർക്കത്തുമാണ് അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയതെന്ന് നമുക്ക് ചിന്തിക്കാം. ഇതുതന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമല്ലേ ഉള്ളൂ. മഹാനവറുകൾക്ക് നൽകിയ പ്രതിഫലം. അതുപോലെ തന്നെ ഒരു ഉളുഹിയ എന്നൊരു കർമ്മം, ഉളുഹിയത്ത് കർമ്മം, നമ്മൾ ബലിപെരുന്നാളിനെ നമ്മൾ കർമ്മം നടത്തുന്നു. അത് ആരുടെ സുന്നത്താണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സുന്നത്താണ്. മനസ്സിലാക്കണം എത്രമാത്രം. ഈ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നമ്മളെ നിസ്കാരത്തിൽ എന്താണ്? അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ? അതുപോലെ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഈ പരിശുദ്ധമായ നമസ്കാരങ്ങളിൽ പോലും ഓർത്തുകൊണ്ട് ഈ ദുആ ചെയ്യുമ്പോൾ എത്രമാത്രം സ്ഥാനമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയതെന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ്